ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബിബ്ബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കഴുത്തിൽ കെട്ടി കൊടുക്കുന്ന സംഭവമാണ് നമ്മുടെ ബിബ്ബ്. അപ്പോൾ ബിബ്ബ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 20 ഇഞ്ച് നീളത്തിലുള്ള ക്ലോത്തും അതുപോലെ 13.5 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ബിബ്ബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 20 ഇഞ്ചും 13.5 ഇഞ്ചുള്ള ക്ലോത്താണ് ആവശ്യം. അപ്പോൾ ഇത് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബിബ്ബാണ് കേട്ടോ. ഒരു 3 മാസം തൊട്ടിട്ട് നമ്മൾ ഒരു 1 ഇയർ വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് സാധാരണ ബിബ്ബ് കെട്ടി കൊടുക്കാറുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെഷർമെൻറ്റാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെന്നാണ് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ക് കാണാണ്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൈലറിങ് ചോക്ക് ഇല്ലാണ്ട് പെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ട് അതിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത തുണി ഇത് നീളത്തിൽ ഇങ്ങനെ മടക്കുക, പകുതിയായി മടക്കുക. ഇനി നമ്മൾ വീതിയിലും മടക്കുക കേട്ടോ. വീതിയിലും മടക്കുകയാണ്. ഇപ്പം ഇനി നമുക്കിതിൽ ഓരോരോ മെഷർമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 4 ഇഞ്ച് നമ്മുടെ ഈ ഒരു കോർണറിൽ നിന്നും 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഈ 4 ഇഞ്ച് താഴെ വരെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊരു ലൈനായിട്ട് നമ്മൾ വരയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴുത്ത് മാർക്ക് ചെയ്യാണ്. കഴുത്ത് നമ്മളൊരു 1.25 ആണ് മാർക്ക് ചെയ്യുന്നത്. കഴുത്തിൻ്റെ പിന്നെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഇറക്കം അത് നമ്മളൊരു 2.5 മാർക്ക് ചെയ്യാണ്. ഇനി നമ്മളിതൊരു സ്ക്വയർ ബോക്സ് പോലെ വരച്ച് വെക്കുക കേട്ടോ. ചോക്ക് ഉണ്ടെങ്കിൽ ഈസിയാണ്, പക്ഷേ എൻ്റെ അടുത്ത് ചോക്ക് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പെന്ന് വെച്ചിട്ട് ചെയ്യുന്നത്. ശരിക്കും ചോക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ നമ്മൾ ഈ കഴുത്ത് ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ച് കൊടുക്കും വേണം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമ്മൾ മേലിൽ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ നമ്മൾ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിഡ്ത്തിൽ നമ്മൾ ആ ഒരു ലൈനിൽ നിന്നും വിഡ്ത്തിൽ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴുത്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടിട്ട് വരച്ച് കൊടുക്കുകയാണ്. പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ഒരു 1/2 ഇഞ്ച് നമ്മുടെ ആ ഒരു കോർണറിൽ നിന്നും എടുത്ത് നമ്മളിതുപോലെ വരച്ച് കൊടുത്താൽ മതി. ശരിക്കും നമുക്ക് വരക്കാവുന്നതേ ഉള്ളൂ. ഒരു റൗണ്ടായിട്ടൊരു നെക്ക് വരച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ 4 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ മാർക്ക് ചെയ്തതിലേക്ക് ഈ കോർണറിൽ നിന്നും നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമ്മളൊരു
1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കഴുത്ത് ആദ്യം കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മളിത് ഈ ചെരിച്ച് വരച്ച ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ താഴെ ഒരു ചെരിഞ്ഞൊരു ലൈന് വരച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് വളച്ചിട്ടാണ് വെട്ടി കൊടുക്കേണ്ടത് കേട്ടോ. കുറച്ച് കേവായിട്ടാണ് വെട്ടി കൊടുക്കേണ്ടത്. അല്ലാണ്ട് അതൊരു സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി കൊടുക്കരുത്, കുറച്ച് കേവായിരിക്കണം. അപ്പോൾ എന്നാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കട്ടില്ലാത്ത ക്ലോത്ത് ആണെങ്കിൽ 2 എണ്ണം യൂസ് ചെയ്യാം. ഇത് കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ 1 എണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ക്രോസ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മൾ ഈ ഒരു ബിബിൻ്റെ സൈഡിലൂടെ കോർണറിലൊക്കെ നമ്മൾ വെച്ചടിക്കില്ലേ, അപ്പോൾ ആ ഒരു അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് ക്രോസ് പീസ്. അപ്പോൾ ക്രോസ് പീസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ മൂലഭാഗം എടുക്കുക കേട്ടോ, ഒരു കോർണർ എടുക്കുക. ആ കോർണറിൽ 2 ഇഞ്ചാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് മേലെ ഭാഗവും ഇതുപോലെ 2 ഇഞ്ചാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ ക്രോസ് പീസുകൾ വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു കോർണർ ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ മേലെ ഭാഗം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയുള്ള ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ക്ലോത്ത് മുഴുവൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എനിക്ക് ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. ക്രോസ് പീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചാൽ വലിയും, കാരണം അത് ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കഴുത്തിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നത്. നല്ല സ്ട്രെച്ച് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് കഴുത്തിനൊക്കെ വെക്കാൻ ഈസിയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ക്രോസ് പീസുകൾ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഈ ക്രോസ് പീസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തുമ്പ് ഭാഗം ഇങ്ങനെ കുറച്ച് സ്ലാൻഡ് ചെയ്തിട്ട് കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ചെരിഞ്ഞ ഭാഗം എടുക്കുക, പിന്നെ വേറൊരു ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ വെച്ച് നോക്കുക കേട്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിബൺ പോലെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ മാച്ചായിട്ടുള്ള 2 സൈഡുകൾ എടുക്കുക. എന്നിട്ട് നമ്മൾ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഇങ്ങനെ നമ്മൾ മാല പോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ക്രോസ് പീസിൻ്റെ ഇത് ആദ്യം റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്കത് തയ്ച്ചെടുക്കാം. ഓക്കെ, ജോയിൻ ചെയ്യുന്നത് 1/4 വീതിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉടുപ്പുകളിലും കഴുത്തുകളിലൊക്കെ വെക്കാൻ പറ്റും. ഇനി ആദ്യം നമ്മൾ കഴുത്തിലാണ് വെക്കാൻ പോകുന്നത്. കഴുത്തിൽ വെക്കാനായിട്ട് ഞാൻ ഇതിങ്ങനെ നടുവേ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബിബിൻ്റെ ഈ കട്ട് ചെയ്തെടുത്ത സംഭവത്തിൻ്റെ ചീത്ത ഭാഗത്താണ് ഇത് വെച്ചിട്ട് അടിക്കുന്നത് കേട്ടോ. ആദ്യം ഇങ്ങനെ മടക്കുക, എന്നിട്ട് ചീത്ത ഭാഗത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴുത്തിൻ്റെ ഭാഗത്താണെങ്കിൽ നമ്മൾ അടിച്ച് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് അടിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഭാഗം ആ ഒരു കേവ് ഭാഗം വരുമ്പം അടിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ കേവിൽ ആ ഒരു ക്ലോത്ത് നീക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഒരു ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുകയാണ്.
ഇനി നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പിന്നെ ഉള്ളിലേക്ക് മടക്കാനുള്ള ഈസിക്കായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ അതിൻ്റെ സ്റ്റിച്ചിൽ തട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് മടക്കി മുന്നിലേക്ക് നല്ല ഭാഗത്തേക്ക് മടക്കി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മടക്കി അടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കിട്ടും. ഇപ്പം നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ എക്സ്ട്രാ സംഭവങ്ങളും നൂലൊക്കെ നമ്മൾ വെട്ടി കൊടുക്കുക. അതുപോലെ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുള്ള പിന്നെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗമാണ് പൈപ്പിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ പൈപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ക്രോസ് പീസിൻ്റെ ആ ഒരു മാല നമ്മൾ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു 4 ഇഞ്ച് നമ്മൾ ഈ ഒരു ക്രോസ് പീസിൽ മാർക്ക് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് മുന്നിലേക്ക് വെച്ചിട്ട് ബാക്കി ഭാഗം അടിച്ചെടുക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിബ് ഉണ്ടാക്കുമ്പം കെട്ടിക്കൊടുക്കുന്ന കയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 ഇഞ്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗത്തുനിന്ന് അടിച്ച് തുടങ്ങുക. അപ്പോൾ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ പിന്നെ പുറത്ത് ഭാഗത്ത് അടിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഉള്ളിലേക്കല്ല, ഇതിങ്ങനെ നമ്മൾ ഈ കോർണറിൽ പുറത്ത് ഭാഗത്താണ് അടിച്ചടിച്ച് വരുന്നത്. അങ്ങനെ ഫുൾ ഫിനിഷ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പം നമ്മൾ അടിക്കുന്നത് ഫിനിഷ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ഇഞ്ച് മറ്റേ സൈഡിലും നമ്മൾ വിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ ഒരു 4 ഇഞ്ച്, 6 ഇഞ്ച് വെച്ചിട്ട് വിട്ട് കൊടുക്കണം കേട്ടോ, വെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 6 ഇഞ്ച് വെച്ചിട്ട് വീണ്ടും വെട്ടി കൊടുക്കുകയാണ്. അത് കുഞ്ഞിന് ബിബിൻ്റെ കയർ കെട്ടി വെക്കുന്ന കയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഭാഗത്തേക്കാക്കിയിട്ട് മടക്കി അടിക്കാം. അപ്പോൾ നമ്മൾ നല്ല ഭാഗത്തേക്കാക്കിയിട്ട് മടക്കി അടിക്കണം. അതിന് മുന്നേ ആദ്യം നമ്മൾ കെട്ടുന്ന ഫ്രീ ആക്കി വെച്ചില്ലേ, ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം.
ഫ്രീ ആക്കി വെച്ച ആ ഭാഗം നമ്മൾ എങ്ങനെയാണോ ആദ്യം അടിച്ചത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തും അതുപോലെ തന്നെ അടിക്കുക കേട്ടോ. നല്ല കെയർഫുള്ളായിട്ട് മടക്കി മടക്കി നല്ല ഭംഗിയിൽ അടിച്ചു കൊടുക്കുക. അപ്പം ഇതേ നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ബിബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് പൈപ്പിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുന്നതിനനുസരിച്ച് വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ബിബ് ഉണ്ടാക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.